നമസ്കാരം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലാണ്. പ്രചാരണ ദിവസങ്ങൾ കഴിയാറാകുമ്പോഴും പുതിയ വിഷയങ്ങൾ പൊന്തിവരികയാണ്. ഏറ്റവും ഒടുവിലിത സന്ദീപ് വാര്യർ പാണക്കാടെത്തിയതാണ് വിഷയം. മുഖ്യമന്ത്രി തന്നെയാണ് ആദ്യം രംഗത്ത് വന്നത്. പഴയ തങ്ങന്മാരെ പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ തങ്ങളെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. തങ്ങളെ വിമർശിക്കുന്നത് സംഘപരിവാറിനെ സുഖിപ്പിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവും വാദിക്കുന്നു. വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ന്യൂനപക്ഷങ്ങളെ ഇടത്തോട്ടടുപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് CPM. എന്നാൽ പാണക്കാട്ടെ സ്വീകരണത്തോടെ അത്തരമൊരു സാധ്യത ഇല്ലാതായെന്ന് കോൺഗ്രസും ലീഗും കരുതുകയും ചെയ്യുന്നു. സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. വാര്യർ പാണക്കാടെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM-ൽ നിന്ന് SK സജീഷ്, മുസ്ലിം ലീഗിൽ നിന്ന് PK നവാസ്, ഒപ്പം വലതു നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ എന്നിവരാണ്. അത് ഞാൻ SK സജീഷിലേക്കാണ് പോകുന്നത്. സജീഷ്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ താങ്കൾ കേട്ട് കാണും. ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പിണറായി വിജയൻ വിമർശിക്കുന്നത്. ഈ വിമർശനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഹേതു എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ പാണക്കാടെത്തിയ സംഭവം തന്നെയാണല്ലോ. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായും ഉപേക്ഷിച്ച് RSS ബന്ധം അറുത്തുമാറ്റി കോൺഗ്രസിൽ ചേരുന്നു എന്ന് പ്രഖ്യാപിച്ച സന്ദീപ് വാര്യർ പാണക്കാടെത്തുന്നതിൽ എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നമാണ് CPM കാണുന്നത്? നൗഫൽ, ഒരു കാര്യം, ഇപ്പോൾ മീഡിയ വൺ തന്നെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ നേരത്തെ സന്ദീപ് വാര്യരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് സന്ദീപ് വാര്യരുടെ കാവി എങ്ങനെ ചുവക്കും എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ സംശയമൊക്കെ തീർന്നതിൽ സന്തോഷം. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് അദ്ദേഹം വന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുകയാണ്. അദ്ദേഹം എന്താണ് തിരുത്തിയിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയമായ മാറ്റം എന്താണ് ഉണ്ടാകുന്നത്? അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു RSS-ൽ തുടർന്നത് അതുപോലെ തന്നെ കോൺഗ്രസിൽ തുടരാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വലിയ പ്രയാസമില്ലാത്തൊരു മാറ്റമാണ്. കാരണം അവിടെ ശ്രീ സുധാകരനുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം RSS ശാഖയ്ക്ക് ഇനിയും കാവൽ നിൽക്കാം, അദ്ദേഹം കൂട്ടുനിൽക്കും. ഇപ്പുറത്ത് ഇവിടെ സകല വർഗീയതയും ആളിക്കത്തിക്കുന്ന എല്ലാ പുസ്തകങ്ങളും എഴുതി RSS-ന്റെ ഏറ്റവും പ്രാമാണികനായ ഗോൾവാൾക്കറിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് ഇനിയും വിളക്ക് തെളിയിക്കാം. കൂടെ ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും ഉൾക്കൊള്ളാതെ ഒരു രാഷ്ട്രീയ നാടകമെന്നോണം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ന്യൂനപക്ഷത്തെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ വിമർശനപരമായ രാഷ്ട്രീയ വിമർശനമാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉന്നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ് ഏത് തരത്തിലാണ് ഇപ്പോൾ ന്യൂനപക്ഷ കാര്യമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളോടെല്ലാം എന്ത് സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ന്യൂനപക്ഷത്തിന് വേണ്ടി എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുമ്പോൾ അതിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ അതിനെതിരായി വിധിയുണ്ടായി. അതിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കണ്ടിട്ടില്ലല്ലോ. കൃത്യമായിട്ട് തന്നെ ആ വിഷയത്തിലേക്ക് വരാം. അതിനുള്ള സമയവും സജീഷ് ഉണ്ടാവും. ഞാൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. അതായത് ഒരാൾ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇനി അതിൻ്റെ കൂടെ ഇല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയില്ല, ഈ വിദ്വേഷത്തിൻ്റെ കൂടെയില്ല, അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രത്യേകിച്ചും മറ്റൊരു പാർട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഒരു കാര്യം, BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിൽ നിന്ന് ആരെങ്കിലും മോചിപ്പിക്കപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ. അതിലൊന്നും വ്യത്യസ്ത അഭിപ്രായം സ്വീകരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ മീഡിയ വൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്ദീപ് വാര്യരുടെ കാവി എങ്ങനെ ചുവക്കുമെന്നൊക്കെയുള്ള ഈ രാഷ്ട്രീയ കുത്തിത്തിരിപ്പാശങ്കയൊന്നും ഞങ്ങൾക്കില്ല. താങ്കൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് പറയുകയാണ് കാവി എങ്ങനെ ചുവക്കുമെന്നുള്ള ഒരു ഔട്ട് ഓഫ് ഫോക്കസിന്റെ അല്ല അത് വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. കാവി എങ്ങനെ ചുവക്കുമെന്നുള്ള ഒരു ഹെഡ്ലൈനെ കുറിച്ച് മാത്രമാണ് താങ്കൾ പറയുന്നത്. ആ ഔട്ട് ഓഫ് ഫോക്കസിലെ ആ ചർച്ച മുഴുവൻ കണ്ടിട്ടുണ്ടോ താങ്കളെന്ന് എനിക്കറിയില്ല. ആ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾ കാവി ചുവക്കില്ല അല്ലെങ്കിൽ കാവി ചുവക്കുന്നതിൻ്റെ ആശങ്കയെക്കുറിച്ച് ഒന്നും അല്ല അതിൽ പറയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു സംസാരം മാത്രമായിരുന്നു അത്. നൗഫൽ, ഒരു കാര്യം, നമ്മളിങ്ങനെ ചർച്ചയിൽ കുറേയേറെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയും ഇടപെട്ടും പോകുന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. അത് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. തീർച്ചയായും സ്വീകരിക്കുന്നത്
ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ എൻ്റെ പക്ഷം എനിക്ക് ഈ ചർച്ചയിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് സാവകാശം തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിലുടനീളം കോൺഗ്രസ് വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. UDFിൻ്റെ സ്ഥാനാർത്ഥി വരുമ്പോഴേക്ക് വലിയ പൊട്ടിത്തെറിയെ കോൺഗ്രസ് നേരിടേണ്ടി വന്നു. അതിനെയെല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പടി വിദ്യകൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്തുകൊണ്ട് സകല വർഗീയതയുടെയും പുറകെ പോവുകയും പിന്തുണ തേടുകയും എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഷാനിബ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ തുടക്കത്തിലെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പാലക്കാട് മുൻ മണ്ഡലം പ്രസിഡന്റ് PG വിമൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം രാജിവെച്ച് ഇടതുപക്ഷത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ദളിത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള KA സുരേഷ് രാജിവെച്ച് വരുന്ന സാഹചര്യം ഉണ്ടായി. മഹിളാ കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി രാജിവെച്ച് BJPയുമായുള്ള ബന്ധം ആരോപിച്ചുകൊണ്ടാണ് രാജിവെച്ച് ഇടതുപക്ഷത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ഈസ്റ്റ് മുൻ പ്രസിഡന്റ് ഹക്കിം കൽമണ്ഡപം രാജിവെച്ച് ഇടതുപക്ഷത്തേക്ക് വന്നു. പിരായിരി പഞ്ചായത്തിലെ വാർഡ് മെമ്പർ സിത്താര ശശി കോൺഗ്രസിൽ നിന്ന് പ്രതിഷേധിച്ച് മെമ്പറായിട്ടുള്ള ആൾ രാജിവെച്ച് ഇടതുപക്ഷത്തേക്ക് വന്നു. കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി G ശശി രാജിവെച്ച് വന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷുക്കൂർ രാജിവെച്ച് വരുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് P നസീഫ് പാലക്കുടി രാജിവെച്ച് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെല്ലാം കൂടാതെ DCCയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ നേതൃത്വത്തിനെതിരായി BJPക്ക് അനുകൂലമായി സ്വീകരിക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരായി ശക്തമായ പോസ്റ്റും അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന നിലയും ഉണ്ടായി. ഇത്രയും ഏതാണ്ട് 10ഓളം വരുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സംസ്ഥാന അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ, അനുഭാവികളല്ല, പുറത്തേക്ക് വന്നത് BJPയുമായുള്ള കോൺഗ്രസിലെ VD സതീശൻ ടീമിൻ്റെ, ഷാഫി പറമ്പിൽ ടീമിൻ്റെ ഡീലിനെതിരായി പ്രതിഷേധിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മറച്ചുവെക്കാൻ ഒരു സന്ദീപ് വാര്യരെ എടുത്ത് ചർച്ച ചെയ്യാം എന്നാണ് കരുതുന്നത്. ആ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പോഴും RSSൻ്റെ ഭാഗം. RSSനെയൊന്നും അദ്ദേഹം പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടില്ല. ചില വ്യക്തികളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. അതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് വെച്ച് ഇതിനെ മറച്ചു കളയാമെന്നാണ് കരുതുന്നത്. ഈ കാര്യം തിരിച്ചറിയുന്നതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ K മുരളീധരൻ, സന്ദീപ് വാര്യർ വന്നതിനെ K മുരളീധരൻ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? മുൻ KPCC പ്രസിഡന്റ് അല്ലേ, അംഗീകരിക്കുന്നില്ലല്ലോ, അത് ചർച്ചയാവുന്നില്ലല്ലോ. K മുരളീധരൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ നവമാധ്യമത്തിൽ പ്രചരിപ്പിച്ച പാട്ടുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് എറണാകുളത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മത്സരിക്കുമ്പോൾ ആദരണീയനായ ലീഡർ ശ്രീ K കരുണാകരൻ അദ്ദേഹം പറഞ്ഞു ടെലിവിഷൻ കാണണം എല്ലാവരുമെന്ന്. ഒരു സന്ദേശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സന്ദേശം? ടെലിവിഷനായിരുന്നു സെബാസ്റ്റ്യൻ പോളിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നം എന്നുള്ളതായിരുന്നു. ആ സന്ദേശമല്ലേ നൽകുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം പറഞ്ഞില്ലേ ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരം, ഇവിടെ BJPക്ക് പ്രശസ്തിയില്ല എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ അദ്ദേഹം വന്ന് ഇവിടെ പാലക്കാട് വന്ന് പറഞ്ഞില്ലേ ഇടതുപക്ഷവും വലതുപക്ഷവും UDFും തമ്മിലാണ് മത്സരമെന്ന്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ BJPയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ് VD സതീശനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നമുക്കൊന്ന് ഇടപെട്ട് പോകാമല്ലോ. ഈ കുറെ പേരുകൾ താങ്കൾ പറഞ്ഞു. ഒറ്റ കാര്യം, ഈ കോൺഗ്രസിൽ നിന്ന് CPMലെത്തിയ കുറേ പേരുകൾ താങ്കൾ ഇവിടെ പറഞ്ഞു. പക്ഷേ BJPയിൽ നിന്ന് ഒരാൾ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി CPMലേക്ക് വരികയുണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കും അത് എന്ന് സജീഷിന് തോന്നുന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ, BJPയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ? BJPയിൽ പ്രശ്നത്തിൻ്റെ കാഹളം വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതും പ്രതിഷേധിച്ചതും ബോർഡ് വെച്ചതും പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. BJPയുടെ സ്ഥാനാർത്ഥിയെ തന്നെ BJPക്കാർ അംഗീകരിക്കുന്നില്ല. അതിനകത്ത് വലിയ കലാപം വേറെ നടക്കുകയാണ്. അത് ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ നടക്കുന്നത്. അതിലൊരു ഉപതെരഞ്ഞെടുപ്പ് വയനാടായിരുന്നു. പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. മറ്റൊന്ന് ചേലക്കരയിലും. ഈ വയനാടിനേക്കാൾ ചേലക്കരയേക്കാൾ എല്ലാ മാധ്യമ ശ്രദ്ധയും ഈ പാലക്കാടെ കേന്ദ്രീകരിക്കാനുള്ള കാരണം എന്താണ്? കോൺഗ്രസിനകത്തും BJPക്കകത്തും രൂപം കൊണ്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി രൂപം കൊണ്ട പടലപ്പിണക്കങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി
ഡോക്ടർ പി സരിൻ വരുന്നതോടുകൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങിയതുമാണ് ആ മണ്ഡലത്തിനകത്ത് ഇത്രയേറെ ചർച്ച നടക്കുകയും മാധ്യമങ്ങളെല്ലാം കേന്ദ്രീകരിക്കുകയും ഒരു സജീവ തെരഞ്ഞെടുപ്പായി ആ തെരഞ്ഞെടുപ്പ് ഈ 3-ൽ മാറുകയും ചെയ്തത്. പ്രിയങ്ക അത് പറയുമ്പോൾ പ്രശ്നമുണ്ടല്ലോ. അവിടെ കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയാണ്, അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ എങ്കിൽ, അവിടെ ആയിരുന്നുവെങ്കിൽ അവിടെ ഈ പോരാട്ടമൊന്നും നടക്കില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഡോക്ടർ സരിനാണ് മത്സരിക്കുന്നത്. CPIM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥി ഡോക്ടർ സരിനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉചിതമായി ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ വോട്ടുകളും നേടാൻ വേണ്ടി കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡോക്ടർ സരിൻ മത്സരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രവർത്തനം കോൺഗ്രസിനകത്ത് ഷാഫി പറമ്പിലിനെതിരായും അതുപോലെ തന്നെ ശ്രീ VD സതീശിനെതിരായുമുള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തനം പാരലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ആ തെരഞ്ഞെടുപ്പിനകത്ത് മെട്രോമാൻ ശ്രീധരനൊക്കെ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരു നിഷ്പക്ഷമായ കുറേ വോട്ടുകൾ, വികസനം എന്നെല്ലാം കണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കെല്ലാം വോട്ട് ലഭിച്ചിട്ടുണ്ട്. അത്തരം വോട്ടുകളെല്ലാം സരിനിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ പരിശോധിച്ച് നോക്കൂ. പാലക്കാടിൻ്റെ വികസനത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഓരോ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും പാലക്കാട് നഗരസഭയും കുറേ നാളായി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA-യും പാലക്കാടിനോട് കാണിച്ച അവഗണന, ആ അവഗണനയ്ക്ക് പരിഹാരമായി എത്ര കൃത്യമായ നിർദ്ദേശങ്ങളും ഇടപെടലും നടത്തിക്കൊണ്ടാണ് ഡോക്ടർ പി സരിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അപ്പുറത്ത് നഷ്ടപ്പെടുന്ന വോട്ടുകളും അതുപോലെ തന്നെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന വിഭാഗവുമെല്ലാം ഏറ്റെടുക്കുന്ന ഒരു പൊതു സ്ഥാനാർത്ഥിയായി, പൊതുസമ്മതനായി ഡോക്ടർ സരിൻ മാറിയിരിക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് മനസ്സിലാവുന്നു. അത് വട്ടിയൂർക്കാവിലെ പോലെ ഒരു ഉജ്ജ്വല വിജയത്തിലേക്ക് ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ് എന്നതിന്റെ സൂചകമായി മാറുകയുമാണ്. യെസ്, UDF പ്രതിനിധി അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ മിഥുനിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ മിഥുൻ, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. BJPയുടെ വലിയൊരു രാഷ്ട്രീയ മുഖം തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു. ഇത് ഒരു വലിയ തിരിച്ചടി അവിടെ ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം അദ്ദേഹത്തിന് പിന്നാലെ നിലവിൽ ആരും തന്നെ കോൺഗ്രസിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ കൗൺസിലർമാരടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ കൂടെ കോൺഗ്രസിലേക്ക് എത്തുമെന്നും പറയപ്പെടുന്നു. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അവിടെ ഇത് BJPക്ക് കനത്ത തിരിച്ചടി തന്നെയല്ലേ ഉണ്ടാക്കുക? അപ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം. കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്നൊരു നേതാവിൽ ഉറച്ചു നിൽക്കുന്നതല്ല BJPയിലെ വോട്ടർമാരുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. BJPയിലെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ദേശീയത അല്ലെങ്കിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത്, അങ്ങനെയുള്ള ചില ഐഡിയോളജീസ്, ദേശസുരക്ഷ, ഇതൊക്കെയായുള്ള ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഇവരൊക്കെ തന്നെ ഒരു പക്ഷേ ആരാധിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയായിരിക്കും. അപ്പൊ നരേന്ദ്രമോദിയുടെ വിഷനുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഭൂരിഭാഗം BJP വോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയാലോ, അല്ലെ ഇനിയിപ്പം സുരേന്ദ്രൻ തന്നെ കോൺഗ്രസിലേക്ക് പോയാൽ പോലും ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും അവരുടെ സ്റ്റാൻഡ് പോയിന്റ് വിട്ടുകൊണ്ട് സന്ദീപ് വാര്യരോടൊപ്പം മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഉള്ള ഒരു പാർട്ടി കേരളത്തിൽ ഒരു പക്ഷേ BJP മാത്രമേ ഉണ്ടാവുള്ളൂ. CPIM-ന് അതൊരു ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഇന്നും അതേ കാൾ മാർക്സിലും ചെഗുവേരയിലും ഒതുങ്ങിപ്പോയത് കൊണ്ട് അവരൊട്ടും ഈ ഒരു എന്താ പറയാ ഒരു മോഡേൺ കാലവുമായിട്ട് ഇവോൾവ് ആവാത്തത് കൊണ്ട് അവർക്ക് ആ ഒരു പ്രശ്നം അവർ നേരിടുന്ന ഒരു പാർട്ടിയാണ് എല്ലാ കാലത്തും നമുക്കറിയാം. അപ്പം ഇവിടെ ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ചിന്തിക്കുന്ന വോട്ടേഴ്സ് ഉള്ളൊരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ BJP മാത്രമായിരിക്കും. അപ്പൊ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് സന്ദീപ് വാര്യരുടെ ഇമേജിന് മാത്രമേ അത് തകർക്കാൻ പോകുന്നുള്ളൂ. സന്ദീപ് വാര്യരുടെ ഐഡിയോളജിക്കൽ പൊസിഷൻ എന്തായിരുന്നു ഈ ഒരു നേതാവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും പ്രചരണം നടക്കുന്നത്. കാരണം ഇത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവനായിരുന്നോ സന്ദീപ് വാര്യർ എന്ന രീതിയിലൊക്കെയാണ് BJPയുടെ ക്യാമ്പയിൻ. അത് മാത്രമല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം. സന്ദീപ് വാര്യരെ പിന്തുണച്ചുകൊണ്ട് തന്നെ പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതായത് K. സുരേന്ദ്രനാണ് സന്ദീപ് വാര്യരെ പുറത്തെത്തിച്ചത് എന്നടക്കമുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടല്ലോ. ഒരു BJP സർക്കിളിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 80% ആളുകൾ പോലും സന്ദീപ് വാര്യർക്ക് പിന്തുണ ഇല്ല, സന്ദീപ് വാര്യരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സുരേന്ദ്രനെ എതിർക്കുന്നവരുണ്ടാവാം, അതിൽ സുരേന്ദ്രന്റെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനെ എതിർക്കുന്നവരുണ്ടാവാം. പക്ഷെ സന്ദീപ് വാര്യരുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം അവിടെയാണ് ഈ പറഞ്ഞ ഒരു ഐഡിയോളജി നമുക്ക് അവിടെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ആളുകളൊക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയിലാണ്. ഈ ബി ജെ പിയുടെ ഒരു പ്രവർത്തകരുടെ രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊന്നും ഒരു ബെനിഫിറ്റിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും ഈ കേരളത്തിലൊക്കെ വരുമ്പം പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവരെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരൊരിക്കലും ഒരു എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് നിൽക്കുന്നവരല്ല. അവർക്കൊന്നും ഒരിക്കലും ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടാവില്ല. എത്രയോ വർഷമായി പ്രവർത്തിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്കൊന്നും ഒരു സ്ഥാനമാനങ്ങളോ അങ്ങനെയൊന്നും കിട്ടാത്ത ആളുകളാണ്. പക്ഷെ അവർ ആ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല കോൺഗ്രസിലോ അല്ലെങ്കിൽ CPM എടുത്ത് നോക്കുകയാണെങ്കിൽ. കാരണം അവിടെ ഒരു കൃത്യമായ ഒരു എന്താ പറയുക, ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കിയിലേക്ക് പലർക്കും എത്തിച്ചേരാൻ സാധിക്കാറുണ്ട്. പക്ഷേ BJP-യിലേക്ക് എത്തുന്നവരെ കുറിച്ച് മിഥുൻ എന്ത് പറയും? താങ്കളുടെ സ്റ്റഡിയിൽ ഇപ്പോൾ അനിൽ ആന്റണി അടക്കം പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ BJP-യിലേക്ക് എത്തിയത് ഈ ഐഡിയോളജിയിൽ ആകൃഷ്ടയായിട്ടാണോ? തീർച്ചയായിട്ടും അതല്ല അനിൽ ആന്റണി ഉയർത്തി കാണിച്ച ഏറ്റവും വലിയ കാര്യം. കാരണം അനിൽ ആന്റണി പാർട്ടിയിലേക്ക് മാറാൻ തന്നെ കാരണം അദ്ദേഹം പറഞ്ഞത് നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ കോൺഗ്രസ് നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മാറുന്നത് എന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞു പല വിഷയങ്ങളും അത് പറഞ്ഞിട്ടല്ല, ഞാൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ BJP-യിലേക്ക് പോകുന്നതെന്ന് ആരെങ്കിലും പറയുമോ? ഏതെങ്കിലും പാർട്ടിയിൽ പോകുമ്പോൾ ആരെങ്കിലും പറയുമോ? നോക്കൂ, അനിൽ ആന്റണി BJP-യിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്നത് വളരെ തീർച്ചയായിട്ടും ശരിയായ ഒരു കാര്യമാണ്. പക്ഷെ ആ സ്ഥാനം വെച്ചുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടോ? അനിൽ ആന്റണിക്ക് കിട്ടിയിട്ടുണ്ട്, അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ വന്നവർക്കൊക്കെ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അല്ല, താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യം അനിൽ ആന്റണി നാഷണലിസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആശയത്തിൽ വിശ്വസിച്ച് വന്നതാണോ എന്നല്ലേ? ആണ് എന്നാണ് എന്റെ ഉത്തരം. കാരണം അത് അനിൽ ആന്റണി തന്നെ പറഞ്ഞ കാര്യമാണ്. അനിൽ ആന്റണി കോൺഗ്രസിനെ വിമർശിച്ച കാര്യം കൂടി അത് തന്നെയാണ്. കാരണം നാഷണലിസ്റ്റിക് വ്യൂ പോയിന്റിൽ ചിന്തിക്കാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നതാണ് അദ്ദേഹം ഉയർത്തി കാണിച്ച ഒരു വലിയ ഒരു പ്രധാന വിഷയം. ഇനി ഇവിടെ സന്ദീപ് വാര്യരുള്ള ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നതൊരു വലിയ ചോദ്യമല്ലേ? കാരണം ഈ ഒരു ഇലക്ഷൻ മാത്രമല്ല, സന്ദീപ് വാര്യരെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവരുടെ മീഡിയ സെൽ അല്ലെങ്കിൽ ആ ഒരു മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ലീഡർഷിപ്പ് ലെവലിലാണ് അദ്ദേഹത്തെ അവർ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പം BJP-യുടെ ആശയത്തിൽ ഇത്രയും കാലം വിശ്വസിച്ച ഒരു നേതാവ് BJP-യുടെ ആശയത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ BJP-യുടെ ഒരു എന്താ പറയുക ഒരു കോർ ഐഡിയോളജി അതിനൊരു എക്സ്ട്രീം ലെവലിൽ പൊസിഷൻ ചെയ്ത ആളാണ്. കാരണം പല ചർച്ചകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ BJP-യുടെ സാധാരണഗതിയിലുള്ള നേതാക്കൾ പോലും പറയാത്ത ലെവലിൽ സംസാരിക്കുന്ന അത്രയ്ക്ക് ഐഡിയോളജിക്കൽ എക്സ്ട്രീം ലെവലിൽ സംസാരിച്ച ഒരു വ്യക്തി കോൺഗ്രസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതൊക്കെ അൺലേൺ ചെയ്ത് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. PK നവാസിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. PK നവാസ്, ഞാൻ വരാം, ഇതിലേക്ക് വരാം. നമ്മൾ സമയം ഒരുപാടായി. നവാസ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. നവാസ്, ഇന്ന് പാണക്കാട് വലിയ സ്വീകരണമാണ് സന്ദീപ് വാര്യർക്ക് ലഭിച്ചത്. നമുക്കറിയാം ഈ കാലത്ത് പാർട്ടിയിൽ നിന്നുള്ള കാലുമാറ്റമൊന്നും ഒക്കെ സർവ്വസാധാരണമാണ്. പലരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾ കഴുകിയാലും വൃത്തിയാവാത്ത അത്രത്തോളം വിഷലിപ്തമായ വാക്കുകൾ പ്രസരിപ്പിച്ചൊരു വ്യക്തിയാണ് എന്ന് താങ്കൾക്കറിയാം, എനിക്കറിയാം, ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ, അദ്ദേഹത്തെ വാരിപ്പുണരുമ്പോൾ പൂർണ്ണ മനസ്സോടെ അത് ചെയ്യാൻ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ശ്രീ നൗഫൽ, ആദ്യമായി ഞാനൊരു തിരുത്ത് നിങ്ങളുടെ ആമുഖത്തിൽ തന്നെ വരുത്തുകയാണ്. പാണക്കാട്ട് ഒരു വലിയ സ്വീകരണം നൽകിയെന്നല്ല, അദ്ദേഹം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച് പാണക്കാട്ടേക്ക് എത്തി. പാണക്കാട്ടേക്ക് ആരെത്തിയാലും, ശ്രീ നൗഫൽ എത്തിയാലും ഞങ്ങൾക്കൊരു ആദിത്യ മര്യാദ ഉണ്ട്. ആ ആദിത്യ മര്യാദ ഞങ്ങൾ പൂർണ്ണമായി കാണിക്കും. അത് ഞങ്ങൾ ശ്രീ സന്ദീപ് വാര്യർ UDF-ലേക്ക് സന്ദീപ് സ്വീകരണം ഒരുക്കിയതല്ല, അദ്ദേഹം വന്നപ്പോൾ സ്വീകരിച്ചതാണ്. പക്ഷേ ആരെങ്കിലും വന്നതുപോലെയല്ലല്ലോ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അത്രത്തോളം ഊഷ്മളമായി സ്വീകരിച്ചത്. അങ്ങനെയല്ലേ? അല്ല, അതാണ് അതിലേക്ക് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസിലേക്ക് വന്നതിന്റെ പേരിൽ സന്ദീപ് വാര്യർ പാണക്കാട്ട് എത്തിയാലും മീഡിയ വണ്ണിന്റെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ നൗഫൽ നാളെ രാവിലെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് അവിടെ വന്നാലും അവിടുത്തെ സ്വീകരണം എല്ലാം ഒരുപോലെയാണ്. അത് എത്ര വലിയ സമ്പന്നനായാലും പാമരനായാലും രാഷ്ട്രീയ നേതാവായാലും സാധാരണക്കാരനായാലും. ഇനി നിങ്ങൾക്ക് സംശയം, നിങ്ങൾ ചൊവ്വാഴ്ച അങ്ങോട്ട് വന്നോ, ഇഷ്ടം പോലെ സാധാരണക്കാരൻ അവിടെ അതിലേക്കല്ല വരുന്നത്. നിങ്ങൾ പറഞ്ഞ കോർ വിഷയം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് അല്ലെങ്കിൽ UDF-ലേക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വല്ല അഭിപ്രായ വ്യത്യാസം ശ്രീ നൗഫൽ ഉണ്ട് എന്ന് എനിക്ക് വിചാരിക്കുന്നില്ല. സന്ദീപ് വാര്യരെ ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഞങ്ങൾ UDF അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, 100% ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമായ നിലപാട് അതിലുണ്ട്. സംഘപരിവാർ കൂടാരത്തിൽ നിന്ന് അത് ഉപേക്ഷിച്ചുകൊണ്ട് വരുന്ന ആൾ, അത് ഒരു വ്യക്തിയായാലും ഒരു കൂട്ടം വ്യക്തികളായാലും, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അതിനെ കൈയടിക്കപ്പെടേണ്ടതുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞങ്ങൾ.
സംഘപരിവാറിന്റെ RSSന്റെ BJPയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകുന്ന ആരുമാകട്ടെ, അത് RSSനെയും BJPയെയും തകർക്കുന്ന, അവർക്ക് പരിക്ക് പറ്റുന്ന ഏതൊരു പ്രവർത്തനങ്ങളെയും വളരെ ശുഭാപ്തിയോടുകൂടി നോക്കിക്കാണുകയും അതിനുവേണ്ടി ഏതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമാകുമോ അതൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. ഇനി അവർ വരുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഐഡിയോളജിക്കലി അവരെന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ശ്രീ സന്ദീപ് വാര്യർ ഇന്നലെ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ച് ഇന്ന് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടന്നു വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം മാറും, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ മുഴുവൻ വലിച്ചെറിയാൻ കഴിയും എന്ന അഭിപ്രായം അല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതുവരെ നിന്ന ഐഡിയോളജി തെറ്റാണെങ്കിൽ ഞാൻ തിരിച്ചറിയുന്നു. ഞങ്ങൾ പറയുന്നു തിരിച്ചറിയുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വളരെ നല്ല കാര്യം. അദ്ദേഹം ജനാധിപത്യ കൂടാരമായിട്ടുള്ള കോൺഗ്രസിലേക്ക് വരുന്നു, 100% സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ പറയുന്നു അദ്ദേഹത്തിന്റെ വായനകളിൽ മാറ്റമുണ്ടാക്കണം. അദ്ദേഹം ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ വായനകളിലേക്ക് പോകണം. അദ്ദേഹം ഇത്രകാലം കേട്ട ശാഖയിലെ പ്രവർത്തനങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ജനാധിപത്യ ഹൃദയങ്ങളെ കേൾക്കണം, ജനാധിപത്യ വായനകൾ ഉണ്ടാകണം, ജനാധിപത്യ ചർച്ചകൾ പങ്കാളിയാകണം. അതിലൂടെ പൂർണ്ണമായും അദ്ദേഹത്തെ പൂർണ്ണാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പോരാളിയാക്കി മാറ്റി ഞങ്ങൾക്ക് സാധ്യമാകുന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനർത്ഥം അദ്ദേഹം ഇപ്പം അങ്ങനെ ഒരാളല്ല എന്നല്ല. അദ്ദേഹം പറയാണ്, ഞാൻ RSSന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു, ഞാൻ UDFലേക്ക് വരാൻ, കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഈ പറയുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏത് ഇലയനക്കത്തെയും അതിനെ വളരെ പോസിറ്റീവായി നോക്കിക്കാണുക എന്ന രാഷ്ട്രീയമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. 1. 2, ഞാൻ വൈകി വന്നതുകൊണ്ട് നിങ്ങളുടെ ചർച്ച ഞാൻ മൊബൈൽ കേൾക്കുകയായിരുന്നു. CPMന്റെ പ്രതിനിധി ഇവിടെ സന്ദീപ് വാര്യർ വന്നതിനെക്കുറിച്ചും വലതുപക്ഷ നിരീക്ഷകൻ എന്ന് പറയുന്ന ശ്രീ മിഥുൻ വിജയകുമാർ അദ്ദേഹം വന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. അദ്ദേഹം വന്നത് UDFലേക്കല്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം കോൺഗ്രസിലേക്കല്ല, അദ്ദേഹം CPMലേക്കായിരുന്നു പോയിരുന്നതെങ്കിൽ വലിയ കയ്യടികളാകുമായിരുന്നല്ലോ. ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ BJPയിലേക്ക് പോകുന്നു, അത് ആഘോഷിക്കപ്പെടുന്നു കേരളത്തിലെ CPM. നൗഫലിന് അറിയാലോ, നമ്മളെല്ലാ ചർച്ചയിലും ശ്രീ നൗഫൽ നമ്മൾ ചർച്ച ചെയ്യുന്നതല്ലേ, ആഘോഷിക്കപ്പെടുന്ന CPM. ആ BJPയിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവർ സങ്കടപ്പെടുകയാണ്, അവരതിൻ്റെ കുറ്റങ്ങളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CPM പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ എന്തൊക്കെയുണ്ട്, അദ്ദേഹത്തിൻ്റെ നാവ് വളരെ മോശമാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ മോശമാണ്. ശരി, ഞാൻ പാലക്കാട് സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. പാലക്കാട് സ്ഥാനാർത്ഥിയുടെ നാവ് മോശമായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മോശമായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളുകളിൽ ഇപ്പോഴും ആ പോസ്റ്റ് അതുപോലെ ഇല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സന്ദീപ് വാര്യർ BJPയുമായി പിണങ്ങി നിൽക്കുന്ന സമയത്ത് AK ബാലൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 100% ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു കോമ്രേഡ് ആയിരിക്കും എന്നല്ലേ AK ബാലൻ പറഞ്ഞത്? ശ്രീ MB രാജേഷും AR റഹീമും പറഞ്ഞ എന്താണ്? ആ കൂടാരത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരണ്ട എന്നാണോ പറയേണ്ടത്? അതിൽ നിന്ന് ആളൊഴിഞ്ഞു പോകുന്ന സന്തോഷത്തോടെയല്ലേ ഞങ്ങൾ സ്വീകരിക്കുക എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതല്ലേ? അപ്പം ഞാൻ പറയുന്നത് AK ബാലനും MB രാജേഷും അതുപോലെ തന്നെ AR റഹീമും ഒക്കെ തിയറി ക്ലാസ് എടുത്തു കേരളത്തിൽ. ആ സമയത്ത് ശ്രീ സുധാകരനും ശ്രീ സതീഷിനും ഒക്കെ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്ത് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ക്യാമ്പിൽ എത്തിച്ചു. അത്രേ സംഭവിച്ചുള്ളൂ. ആ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തത് സുധാകരനും സതീഷിനും ആയതുകൊണ്ട് CPMന് വലിയ ആവലാതി ഉണ്ട്. അവർ തിയറി പറഞ്ഞു വരികയായിരുന്നു, അപ്പോഴേക്കും പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞു, ലോങ് ബെല്ല് അടിച്ചു, ഇവിടെ പീരീഡ് അവസാനിച്ചു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇതിനെ എങ്ങനെയാണ് ഈ CPM സമീപിച്ചത്? ഇന്ന് എന്താ സഖാവ് പിണറായി വിജയൻ പ്രസംഗിച്ചത്? എന്താ അദ്ദേഹത്തിന്റെ ഭാഷ? അതേ എന്താ സംസാരിച്ചത്? കേരളത്തിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, കേരളത്തിലെ ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വാക്താക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്നെനിക്ക് തോന്നാത്ത, കേരളത്തിന്റെ പൊതു ഫാബ്രിക്കിൽ വലിയ സംഭാവനകൾ ചെയ്യുന്ന പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ, അദ്ദേഹം സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയതിന് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഒളിയമ്പുകൾ നൽകാൻ, അവാസ്തവമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കേരള പൊളിറ്റിക്സിലെ പിണറായി വിജയന്റെ പ്രസംഗത്തിന്റെ വിഷയങ്ങൾ എന്തായിരുന്നു? CA ആയിരുന്നു, NRC ആയിരുന്നു, മോഡി ആയിരുന്നു, ന്യൂനപക്ഷങ്ങളുടെ ക്യാപ്റ്റൻ ഞാനാണ് എന്ന് പറയാനാണല്ലോ അദ്ദേഹം ശ്രമിച്ചത്. നമ്മൾ ഓർക്കുന്നില്ലേ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മലബാർ ജില്ലകളിൽ മുഴുവൻ സ്പെഷ്യൽ CAA കൺവെൻഷൻ പിണറായി വിജയൻ നടത്തിയിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു, അതെന്താ തെക്കിലേക്കൊന്നും CAA വേണ്ടേ? അപ്പോൾ ഒരു ചർച്ച വന്ന ശേഷമാണ് തെക്ക് മേഖലകളിലേക്ക് ഈ CAA കൺവെൻഷൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ആരും ജനാധിപത്യ വോട്ടുകൾ ഈ പറയുന്ന CPMലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു സ്ട്രാറ്റജിക്കൽ ചേഞ്ച് CPM വരുത്തുകയാണ്. ആ ചേഞ്ചിന്റെ ഭാഗമാണ് ഒരു സമൂഹത്തെ നിരന്തരമായി ആക്രമിക്കുക. അത് ഹിന്ദു ദിനപത്രത്തിലൂടെ ആക്രമിക്കാം, അത് കരിപ്പൂർ എയർപോർട്ടിന്റെ പേരിൽ ആക്രമിക്കാം, അത് ADGPയുടെ പേരിൽ ആക്രമിക്കാം, അത് SPയെ കൊണ്ടുവച്ച് ആക്രമിക്കാം, ഇതാ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ ആക്രമിക്കാം, SDBയുടെ പേരിൽ ആക്രമിക്കാം, പാണക്കാട് തങ്ങളുടെ പേരിൽ ആക്രമിക്കാം. അങ്ങനെ എല്ലാം പറഞ്ഞ ഒരു സമുദായത്തെ നിരന്തരമായി ആക്രമിക്കുക. അതുവഴി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കാം എന്ന് പറയുന്ന നിലവാരം കുറഞ്ഞ പൊളിറ്റിക്സിനകത്തുള്ള ബിലോ സ്റ്റാൻഡേർഡ് ഗെയിമാണ് പിണറായി വിജയൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വാചകം കൂടി ശ്രീ നൗഫൽ പറയട്ടെ. RSSന്റെ വിഷലിപ്തമായിട്ടുള്ള
ഉണ്ടായിട്ടുള്ള ഈ ഗീതങ്ങൾക്ക് നൃത്തമാടുന്ന ഒരു സർപ്പമായി പിണറായി വിജയനും അതുപോലെ തന്നെ CPM മാറുകയാണ്. RSS ഇത് പറയുന്നത് ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. BJP അത് പറയും. അവർ വിഷലിപ്തമായ ഗീതങ്ങൾ കേരളത്തിൽ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് കേട്ട് നൃത്തമാടുന്ന ഒരു സർപ്പമായി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിയാൽ, CPM മാറിയാൽ കേരളത്തിന്റെ പൊതു ഫാബ്രിക്കിൽ ഉണ്ടാക്കാൻ പോകുന്ന പരിക്കത്രയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് 20-ാം തീയതി തീരും, 21-ാം തീയതി വോട്ടെണ്ണും, ആരെങ്കിലും ഒരാൾ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. പക്ഷേ ഈ പറഞ്ഞു വെക്കുന്ന പരിക്കുകൾ, ഈ പറഞ്ഞു വെക്കുന്ന കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന് പരിഹാരം ഉണ്ടാകണ്ടേ? ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ശ്രീ ജയരാജന്റെ പുസ്തകം വന്നല്ലോ. ആ പുസ്തകത്തിനകത്ത് PDPയെ എങ്ങനെ പരാമർശിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്ദുൽ നാസർ മദനിയും PDPയെയും എങ്ങനെയാണ് പരാമർശിച്ചത്? PDP പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ച് അത് കത്തിച്ചു കളഞ്ഞു. അത് കത്തിച്ചു കളയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, PDP പരസ്യമായി പിന്തുണ ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കാ പ്രഖ്യാപിച്ചത്? ഇടതുപക്ഷത്തിനാണ്. പിന്തുണ പ്രഖ്യാപിച്ച അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഒരു ഉളുപ്പില്ലാതെ ആ പിന്തുണ സ്വീകരിച്ചിട്ടാണ് ഇവർ വന്നിട്ട് ഈ വർത്തമാനം പറയുന്നത്. PDPയെ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് ഇവരുടെ നേതാവ് തന്നെ എഴുതുക. അവിടെ വർഗീയമായ കാഴ്ചപ്പാട് PDPക്ക് ഉണ്ടെന്ന് ഇവരെന്നെ പറയാം. ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഇവർക്ക് പ്രഖ്യാപിക്കുമ്പോൾ ഇവർ അതിന് സംസാരിക്കുന്നില്ല. ഞാൻ PDP ഒരു വർഗീയ സംഘടനയാണ് എന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. അങ്ങനെ PDP വർഗീയ സംഘടനയാണെങ്കിൽ നിരോധിക്കപ്പെടുന്ന സജീഷ് മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. സജീഷ്, അദ്ദേഹം സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇന്ന് പിണറായി വിജയൻ വിമർശിച്ചതിനെ കുറിച്ചാണ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിമർശനത്തിന് അധീതനല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മുമ്പത്തെ തങ്ങൾ നല്ല തങ്ങളായിരുന്നു, ഇപ്പോഴത്തെ തങ്ങൾ അങ്ങനെയല്ല എന്നുള്ള വിമർശനം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉന്നയിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും സജീഷ്? നൗഫൽ, ഒരു കാര്യം, പിന്നെ കുറേയേറെ കാര്യങ്ങൾ PK നവാസ് ഒരുമിച്ചങ്ങ് പറയുകയായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്നെ പോകണം. ആ മറുപടിയിലൂടെ താങ്കളുടെ ചോദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അദ്ദേഹം പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും എല്ലാം ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഉപയോഗിച്ച വാക്കുകളൊന്നും അതേ അർത്ഥത്തിൽ തിരിച്ചു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിഷസർപ്പം എന്നെല്ലാം ഉന്നയിക്കുമ്പോൾ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. മുത്തലാഖ് ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അവിടെ വർത്തമാനം പറയാൻ കോൺഗ്രസിനെയും ലീഗിൻ്റെയും ഒന്നും പലയാളെയും കണ്ടിട്ടില്ല. കാശ്മീരിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അതിനെ രണ്ടായി വെട്ടിമുറിച്ച് അവിടെയുള്ള നേതാക്കന്മാരെ, തരിഗാമിയെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ വീട്ടുതടങ്കലിലാക്കി അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ ഹേബിയസ് കൊടുത്ത് അവരെ പുറത്തു കൊണ്ടുവരാനും ചികിത്സിക്കാനുമുള്ള പാർട്ടി കോടതിയിൽ പോകാൻ CPM ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു പാർട്ടിയും കണ്ടില്ല. നിങ്ങളിപ്പോൾ ആവോളം പോകത്തുന്ന കോൺഗ്രസ്സുകാരതിന് വന്നിട്ടില്ല കോടതിയിൽ പോകാൻ. ബിൽക്കിൽ ബാനു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അതിലെ പ്രതികളെ മുഴുവൻ രക്ഷിച്ച് തെരുവിലേക്ക് ഇറക്കി BJP കൊണ്ടുവന്നപ്പോൾ നിങ്ങളിപ്പോൾ വാചാലനാകുന്ന ഒരു കോൺഗ്രസ്സുകാരും വന്നിട്ടില്ല അവർ രക്ഷിക്കാൻ, കോടതിയിൽ പോകാൻ, അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സുഭാഷിണി അലിൻ്റെ നേതൃത്വത്തിലാണ് ആ കൊടും കുറ്റവാളികളെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടത്. ഇവിടെ നിങ്ങൾ വാചാലനാകുന്ന കോൺഗ്രസ്സുകാരെ ആരെയും അതിന് കണ്ടിട്ടില്ല. ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, ഓരോ വിഷയത്തിലും നമുക്കറിയാമല്ലോ, ബുൾഡോസർ വന്ന് മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ തകർക്കുന്ന ഒരു അന്യായം ഈ രാജ്യത്ത് അരങ്ങേറുമ്പോൾ നെഞ്ചു വിരിച്ച് മുന്നിൽ നിൽക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ മുന്നിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വൃന്ദ കാരാട്ടെ നിന്നിട്ടുള്ളൂ. ആ നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറിയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. BJPക്ക് ഈ രാജ്യത്തെ കീഴടക്കാൻ ആവശ്യമായ പണം അവർ ഇലക്ഷൻ ബോണ്ടിലൂടെ സമാഹരിക്കുമ്പോൾ അതിനെതിരായി കോടതിയിൽ പോകാൻ BJPയുടെ സാമ്പത്തികമായി ഓപ്പറേഷൻ കമലയിലൂടെ ഈ രാജ്യത്തെ ആകെ കയ്യിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ പണത്തിൻ്റെ സോഴ്സിനെ തടയാൻ സുപ്രീം കോടതിയിൽ പോകാൻ CPIMും CPIMന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ സീതാറാം യെച്ചൂരിയെ ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്കറിയാം. നിങ്ങളിങ്ങനെ വർത്തമാനവും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഉദാഹരണം നമുക്കെടുക്കാം. ഞാൻ ഏറിയ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ വിശാലമായി പറഞ്ഞു പോകണം എന്നൊന്നും കരുതുന്നില്ല. നിങ്ങളുടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ശ്രീ KC വേണുഗോപാൽ ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി, ഈ സ്ഥാനാർത്ഥികളുടെ പേരിൻ്റെ അടിയിൽ ഒപ്പിടുന്നയാൾ, അദ്ദേഹം കേരളത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ രാജസ്ഥാനിലൊരു സീറ്റ് അവിടെ രാജ്യസഭയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ്, BJPക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് വന്നത്. നവാസിന് അറിയാമോ? എതിരില്ലാതെ ആ സീറ്റ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടത് BJPയുടെ രവനീത് സിംഗ് ബിട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്.
നിങ്ങളുടെ കൂടെയുള്ള കോൺഗ്രസിൻ്റെ ആൾ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കൊടുത്ത് ഈ കേരളത്തിൽ വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം അത് മൂടി വെച്ചു. പക്ഷേ ബി ജെ പി അത് ജയിച്ച്, എതിരില്ലാതെ ജയിച്ച് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി മാറിയിരിക്കുന്നു. ഇദ്ദേഹം MP ആയി നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. അപ്പോൾ അങ്ങോട്ട് നല്ലോണം വിരൽ ചൂണ്ടുന്നതായിരിക്കും നന്നാവുക. ഞങ്ങൾ ക്ലിയറായിട്ടുള്ള നിലപാടാണ് ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിലെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ അറിയാം. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നവാസ്, ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ നേരത്തെ 10 പേരുടെ പേര് പറഞ്ഞിരുന്നു. സന്ദീപ് വാര്യനേക്കാളും പോന്ന ആളുകളും സന്ദീപ് വാര്യൻ്റെ അത്ര നിലവാരമുള്ള ആളുകളും ഒക്കെ ആയിട്ടുള്ള ജില്ലാ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള 10 കോൺഗ്രസ് നേതാക്കന്മാർ അവരാണ് രാജിവെച്ച് BJP ബന്ധം ആരോപിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനെ മറയിടാൻ വേണ്ടിയിട്ട് ഒരു സന്ദീപ് വാര്യർ ഉപയോഗിക്കുകയാണ്. സന്ദീപ് വാര്യർ BJP ആയിട്ട് തെറ്റിയത് ഇപ്പോഴൊന്നുമല്ല. സന്ദീപ് വാര്യരുടെ ചാനൽ ചർച്ചയിൽ നിന്ന് പോലും BJP മാറ്റി നിർത്തിയ കാലം ഉണ്ടായിരുന്നല്ലോ. അവർ തമ്മിലുള്ള പിടലപ്പിണക്കം കുറേ കാലമായി. അതിൻ്റെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അതുകൂടി അവതരിപ്പിക്കുന്നത് ഇവർ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തു കൊടുത്തു. ആര്? VD സതീശനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് K സുധാകരനും. നല്ല രസമുണ്ട് നവാസെ കേൾക്കാൻ. പക്ഷേ ക്ലാസ് എടുക്കുന്നവർക്ക് രണ്ടാൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ ക്ലാസ് എന്തായിരുന്നു? സന്ദീപെ, നീ പേടിക്കണ്ട, നീ RSS ശാഖയിലായിരുന്നല്ലോ ഇന്ന് വരെ, ആ ശാഖയ്ക്ക് കാവൽ നിൽക്കണം എന്ന് ആളുകളോട് ആഹ്വാനം ചെയ്ത ആളാണ് ഞാൻ എന്നാണ് ശ്രീ സുധാകരൻ തിയറി ക്ലാസ് പ്രാക്ടിക്കൽ ക്ലാസ് ആയിട്ട് എടുത്തു കൊടുത്തത്. അവിടെ സന്ദീപിനോട് പറഞ്ഞത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആട്ടി ഓടിക്കണമെന്ന് എഴുതി വെച്ച ഗോൾവാൾക്കറിനോട് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ഇഷ്ടമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിലവിളക്ക് എത്തിക്കണമെങ്കിൽ കൂടെ ഞാനും പോരും. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതായിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ്. ആ പ്രാക്ടിക്കൽ ക്ലാസ് നല്ലവണ്ണം ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നയാളാണ് സന്ദീപ് വാര്യർ എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാണ്, ഞങ്ങളും അതിൽ ഉറച്ചു നിൽക്കുന്നു. BJPയുടെ RSSന്റെ പാളയത്തിൽ നിന്ന് ആരെങ്കിലും അടർന്നു വീഴുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ അവസരം ഉണ്ടാക്കണം വർഗീയതയെ പ്രതിരോധിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നല്ല വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ നിലപാട് പറഞ്ഞ് നിങ്ങൾക്കിത് തുടരാം, കോൺഗ്രസിനായാലും തുടരാം, കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആളല്ല ഞങ്ങൾ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. അതായത് ഇവിടെ VD സതീശനും കൂട്ടരും ശ്രമിക്കുന്നത് ഈ മത്സരം BJP ശരിക്കും ചിത്രത്തിലില്ലാതാകുന്ന ഈ മത്സരത്തെ BJPയുമായുള്ള മത്സരമാക്കി മാറ്റാനാണ്. അപ്പോൾ PK നവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അപ്പുറത്ത് ശ്രീ K മുരളീധരൻ സന്ദീപ് വാര്യരുടെ വരവിനെ എതിർക്കുന്നു. മാത്രവുമല്ല ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരം എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നു. രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് മത്സരം, BJP ഇല്ല. നേരത്തെ പറഞ്ഞതാണ് ഈ ചർച്ചയിൽ തന്നെ സജീഷ് ഇക്കാര്യം പറഞ്ഞതാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നവാസ് കേട്ടിട്ടില്ല. അല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്രയാസപ്പെടണ്ട. അതായത് ചാണ്ടി ഉമ്മൻ ശരി, ഞാൻ തർക്കിക്കുന്നില്ല. ഓക്കെ ശരി, താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ അതായത് താങ്കൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് UDFിനകത്ത് ഒരു വിഭാഗം ഈ പറഞ്ഞ VD സതീശനും K സുധാകരനും ഈ ഷാഫി പറമ്പിലും എല്ലാം ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഈ BJP ഡീലിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള നിലപാട് ഇടതുപക്ഷത്തിനാണ് കഴിയുക എന്ന ഒരു സൂചന നൽകുകയാണ്. ആ സൂചനയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയണം. പിന്നെ ഒറ്റ കാര്യം, നേരത്തെ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഞാൻ വിശദമായി പോകുന്നില്ലെങ്കിലും അവസാനിപ്പിക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ BJP പ്രതിനിധിക്ക് ഇവിടെ പറഞ്ഞ മിഥുൻ വിജയകുമാറിന് ഒരു ചെറിയ മറുപടി കൂടി പറഞ്ഞ് അവസാനിപ്പിച്ച് പോകേണ്ടതുണ്ട്. അതായത് ഇവിടെ അദ്ദേഹം CPIMൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഐഡിയോളജി മോഡേൺ അല്ല, ഈ ആധുനിക കാലത്തിന് പറ്റിയതല്ല എന്നൊക്കെ വെച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരു കാര്യം, നിങ്ങൾ കോൺഗ്രസും BJPയും തുടരുന്ന പോലെയുള്ള സാമ്പത്തിക നയം തുടർന്ന് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ അവിടെ ഇപ്പോൾ വൻ മുന്നേറ്റമായി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു എന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായിട്ടുള്ള നേപ്പാൾ, ആ നേപ്പാളിൽ ജനാധിപത്യം വന്ന് നിങ്ങളുടെ മനുസ്മൃതി പോലെയുള്ള ആശയങ്ങളെ വലിച്ചെറിഞ്ഞ് അവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സാഹചര്യവുമുണ്ട്. ലോകത്ത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തിനെതിരായി മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ മുന്നേറ്റം ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമെല്ലാം
ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടി BJP-യുടെ സ്വതന്ത്ര വക്താവ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നതുകൂടി അതിന്റെ കൂടെ സൂചിപ്പിച്ചു വെക്കുകയാണ്. ഒറ്റ കാര്യം, നവാസ് എന്തോ പറയാൻ ഉദ്ദേശിച്ച് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നവാസ്. അല്ല, എനിക്കൊരു 2 മിനിറ്റ് സമയം വേണം ശ്രീ നൗഫൽ. ഇവിടെ പറഞ്ഞു വെക്കുന്നത് മുസ്ലിങ്ങളുടെ മുഴുവൻ സംരക്ഷണ അവകാശം ഞങ്ങൾക്കാണ്, അത് ഞങ്ങൾ ചെയ്തു വെച്ചതാണ്, അതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിച്ചു പോകുന്നത്. എങ്ങനെയൊന്നും പറഞ്ഞു തീർക്കല്ലേ നിങ്ങൾ ചെയ്ത് എന്താണെന്ന് ഞങ്ങൾ കൃത്യമായി അറിയാം. ഇപ്പൊ ജന്തർ മന്ദിറിൽ നിങ്ങൾ സമരം നടത്തി അവിടെ ബാനർ എഴുതി വെച്ചുകൊണ്ട് ഇവിടുത്തെ മൊത്തം പ്രശ്നങ്ങൾ തീരുമെന്ന അഭിപ്രായം സജീഷ്, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയാം, ഒന്ന് സമയം തരൂ. നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ, ഞാൻ നിങ്ങളുടെ സമയത്തിൽ ഇടപെട്ടില്ല ശ്രീ സജീഷ്. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ സജീഷ്, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്താ നൗഫലിനെ ഇടപെടണോ? എനിക്ക് അവസരം തരണം. സജീഷ് ഒരു അവസരം കൊടുത്തതാണ്. നവാസ് പറയാൻ അനുവദിക്കൂ. ശ്രീ സജീഷ് പ്ലീസ്. സമയമില്ലെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തുടരാം. സമയമില്ലെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം തുടരാം. അതായിരിക്കും നന്നാവ്. നമുക്ക് ചർച്ച തുടരുകയാണ്. മിഥുനിലേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ നേരത്തെ സജീഷ് പറഞ്ഞതിന് നവാസിനൊരു മറുപടി പറയാനുണ്ട്. അതിലേക്ക് പോവുകയാണ്. നവാസ് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം കുത്തക അവകാശം ഞങ്ങളാണ് അവരുടെ സംരക്ഷകർ, ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ അവരാകെ അങ്ങ് തകർന്നു പോകുമായിരുന്നു എന്നൊന്നും ശ്രീ സജീഷ് പറയരുത്. നിങ്ങൾ പറയാൻ ഞങ്ങളുടെ നയം പരിശോധിക്കുമെന്നാണ്. ഞങ്ങൾ നിങ്ങളുടെ നയം പരിശോധിക്കാം, നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കണം. ഞാൻ ഇടതുപക്ഷം എടുക്കുന്നത് മുഴുവൻ ആൻറ്റി മുസ്ലിം മൂവ്മെൻറ്റ്സ് ആണ് എന്ന അഭിപ്രായം എനിക്കില്ല. നിങ്ങൾ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മതനിരപേക്ഷ സമൂഹത്തിന് അനിവാര്യമാണ്. CPM ഒരു സ്പേസ് ഉണ്ട്, പക്ഷേ രാഷ്ട്രീയമായ സ്പേസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നു ജന്തർ മന്ദിറിൽ നിങ്ങൾ സമരം നടത്തി, ഞങ്ങളുടെ നയമാണ്. ജമ്മു കാശ്മീർ വിഷയത്തിൽ ഞങ്ങൾ പ്രമേയം പാസ്സാക്കി, അങ്ങനെയാണോ? ഞാൻ നിങ്ങളുടെ ചില നയങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. രാജ്യത്ത് വലിയ ചർച്ചയുണ്ടായി സവർണ്ണ സംവരണം. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് RSS അജണ്ടയാക്കി BJP കൊണ്ടുവന്ന് പാസ്സാക്കിയ സവർണ്ണ സംവരണം ആദ്യം നടപ്പിലാക്കിയ സ്റ്റേറ്റ് ഏതാ സജീഷ്? നിങ്ങൾ പറ. അത് നടപ്പിലാക്കിയ സ്റ്റേറ്റിന്റെ പേര് കേരളം എന്നാണ്. നിങ്ങളാണോ സംരക്ഷണവാദം ഉന്നയിക്കുന്നത്? UAPA എന്ന് പറയുന്ന അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അത് വ്യക്തികളിലേക്ക് കൊണ്ടുവരാം എന്ന് ഈ രാജ്യത്ത് അതിന് നിയമനിർമ്മാണം നടത്തി. നമ്മളൊക്കെ അതിനെ എതിർത്തു. പക്ഷേ അത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് എവിടെയാ? കോഴിക്കോട്ട് അലൻ ഷുഹൈബും താഹ ഫസലും കേരളത്തിലുണ്ടായില്ലേ? നിങ്ങൾ എന്താ നിങ്ങളുടെ നിലപാട്? അവിടെ മാത്രമാണോ? സ്കോളർഷിപ്പ് പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് പദ്ധതി നിർത്തലാക്കി. ശരി, നിങ്ങൾ പുതിയ പദ്ധതി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കെടാവിളക്ക് എന്ന പദ്ധതിയുടെ പേര്. അതിൽ 47 വിഭാഗം മാത്രമേ ഉള്ളൂ, 2 വിഭാഗത്തെ ഒഴിവാക്കി. എന്താ ഈ 2 വിഭാഗത്തിന്റെ കുഴപ്പം? നിങ്ങൾ നേരത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ വിഭാഗം കളത്തിൽ നിന്ന് പുറത്താണ്. അത് മാത്രമാണോ? മണിപ്പൂരിൽ വലിയ കത്തി അമരുന്ന പ്രശ്നം ഇപ്പോഴും നടക്കുന്നു. നമ്മളൊക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി മണിപ്പൂരിലേക്ക് പോയില്ല. ആ മണിപ്പൂരിൽ കത്തിയാടുന്ന ചാരത്തിൽ നിന്ന് ലാഭം കൊതിച്ചുകൊണ്ടാണ് BJP അങ്ങോട്ട് പോവാതിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? 80:20 നൗഫൽ നമുക്ക് ഓർമ്മയില്ലേ? ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ചാനൽ മുറികളിൽ കൊണ്ടിരുത്തി നേർക്കുനേരെ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുമ്പോൾ എത്ര തവണ ഞങ്ങൾ പറഞ്ഞു, ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ്, നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തണം. എത്ര തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടു, നിങ്ങൾ ചെയ്തില്ലല്ലോ. ഈ സമുദായത്തെ തമ്മിൽ തല്ലിച്ചില്ലേ? അപ്പൊ നിങ്ങളുടെ നയം എന്തായിരുന്നു? ഇപ്പൊ ഇതാ ഒരു വഖഫ് വിഷയം കേരളത്തിൽ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുസ്ലിം സംഘടനകൾ അവിടെ നിലപാട് പറഞ്ഞു. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ സർവകക്ഷി യോഗം വിളിക്ക്, കേരളത്തിൽ ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കല്ല, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രിയായ വഖഫ് മന്ത്രി പറഞ്ഞത് സർവകക്ഷി യോഗം ഞങ്ങൾ വിളിക്കുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ലേബലുകളും ബാനറുകളും പ്രമേയങ്ങളും അല്ല സജീഷ് വേണ്ടത്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലി നിങ്ങളത് കാണിച്ചു തരണം. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു ദിനപത്രത്തിലെ ഇന്റർവ്യൂ നമ്മൾ മറന്നുപോയോ? മലപ്പുറം ജില്ലയിലെ SP കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ചെയ്തു വെച്ചത് ഞങ്ങൾ മറന്നു പോകണോ? അതോ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പാണക്കാട് തങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ, കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രസിഡന്റാണ്, മുൻകാല പ്രസിഡന്റുമാർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഫാക്ട് വേണ്ടേ? എന്തെങ്കിലും തെളിവ് വേണ്ടേ നിങ്ങൾ വിമർശിക്കുമ്പോൾ? അപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന കോൺഗ്രസിൽ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? 2019 ഇന്ത്യ പ്രതിപക്ഷമില്ലാത്തൊരു ഇന്ത്യയാണ്. ആ പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി എന്നവർ പറയുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്തൊരു യാത്ര ആരംഭിച്ച് ആ യാത്ര ഞങ്ങളുടെ മലപ്പുറത്ത് നിലമ്പൂരിൽ കടന്നു പോകുമ്പോൾ DYFIക്കാരന്റെ ബാനറാ മന്തിക്കടയിലേക്ക് സ്വാഗതം എന്ന് രാഹുൽ ഗാന്ധിക്ക്. അങ്ങനെ കളിയാക്കിയവരാ. ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ആ രാഹുൽ ഗാന്ധി രൂപീകരിക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ആ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഇതാ 100 കോൺഗ്രസ് ഒറ്റയ്ക്ക് 100-ലെത്തി നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് പോയിട്ട് മിഥുൻ സജീഷിലേക്ക് വരാം. നവാസിന്റെ മറുപടി സജീഷിനുണ്ട് എന്ന് എനിക്കറിയാം, അതിലേക്ക് വരാം. അതിനു മുമ്പ് മിഥുൻ കുറച്ചു നേരം കാത്തേക്കുന്നു. മിഥുൻ, A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് വാക്ക് തന്നെ കൊണ്ടുവന്നത് ഒരു പക്ഷേ BJP ആയിരിക്കും. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അവിടെ വിജയിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യവും തന്നെയാണ്. പക്ഷേ
എന്തുകൊണ്ടാണ് ഇത്തവണ കേന്ദ്ര നേതാക്കൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും വരാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP തീരുമാനിച്ചത്? മറുഭാഗത്ത് ഒരു കൺസോൾട്ടേഷൻ ഭയക്കുന്നുണ്ടോ BJP? താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇവിടെ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. സജീഷ് ആണെങ്കിലും ലീഗിന്റെ പ്രതിനിധി ആണെങ്കിലും പറഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് മറുപടി കൊടുത്തിട്ട് ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനുള്ള സമയം താങ്കൾ എനിക്ക് അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ SK സജീഷ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ പാർട്ടി ഐഡിയോളജിക്കലി ഇവോൾവ് ആയി എന്നൊരു കാര്യം ഞാൻ സൂചിച്ചപ്പം അതിനെ എതിർക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഇവിടെ കമ്പ്യൂട്ടറിനെ പോലും എതിർത്തൊരു പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് അദ്ദേഹം മറക്കരുത്. പിന്നെ ഇവിടെ ലീഗിനെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള, ലീഗിനെ CPM-ലേക്ക് അടുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ഒരു പാർട്ടിയാണ് CPIM. അവർക്ക് ഐഡിയോളജി ഒരു പ്രശ്നമല്ല. ലീഗ് ആയാലും ഇനിയിപ്പം അവിശ്വത കൂട്ടുകെട്ട് SDPI-യുമായി ഉണ്ടാക്കി പോലും പല ഇലക്ഷനിലും മത്സരിച്ച ഒരു പാർട്ടിയാണ് CPIM. അപ്പൊ CPM-നെ സംബന്ധിച്ച് ലീഗ് എന്നോ സന്ദീപ് വാര്യരെന്നോ എന്നൊരു വിഷയമൊന്നുമല്ല. ഇപ്പൊ സന്ദീപ് വാര്യരെ പോലും വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരെ വാനോളം പുകഴ്ത്തിയത് AK ബാലനല്ലേ? അതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ? അപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും വലിയ ചാഞ്ചാട്ടം ഉണ്ടാക്കരുത്. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു ടൈം കൊടുക്കും, ഒരു ഡ്യൂറേഷൻ കൊടുക്കും അതിനൊരു, താങ്കളുടെ ഈ എന്താ പറയുക, നെറേറ്റീവിൽ ചെറിയൊരു വ്യത്യാസം വരുത്താൻ വേണ്ടി എങ്കിൽ പോലും. ഇപ്പം OK വാസുവിനെ പോലുള്ള നേതാക്കളുണ്ട്. OK വാസുവിനെ ഇവരൊരു കാലത്ത് പറഞ്ഞത് എന്താ പറയുക, കൊലപാതക രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം പേര് കേട്ട ഒരു നേതാവ് എന്നാണ് CPIM അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെ OK വാസുവിനെ പോലുള്ള നേതാക്കളെ പോലും ഇന്റഗ്രേറ്റ് ചെയ്ത് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ നൽകിയ ഒരു പാർട്ടിയാണ് CPIM. ഇപ്പൊ പാണക്കാട് തങ്ങളെ വിമർശിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, PDP-യിലെ മദനിയെ മഹാത്മാഗാന്ധിയുമായി താരതമ്യം ചെയ്തത് ആരാണ്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നു PDP എന്ന് പറഞ്ഞ ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളത്. മദനി എന്തിനാ ജയിലിൽ പോയത്? സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണോ അദ്ദേഹം ജയിലിൽ പോയത്? അദ്ദേഹം ബോംബ് സ്ഫോടന കേസിനാണ് ജയിലിൽ പോയത് സർ. അപ്പം അങ്ങനെയുള്ള വർഗീയ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് പാർട്ടികളുമാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ശ്രീധരൻ മത്സരിച്ച കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ശ്രീധരൻ മത്സരിച്ച സമയത്ത് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPIM-ന്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന്. അന്ന് ഷാഫി മുത്താണ് എന്ന് പറയുന്ന CPM-ന്റെ ഹാൻഡിലുകളൊക്കെ ഇന്നും താങ്കൾ പിറകിലേക്ക് പോയി ഒന്ന് ചെകഞ്ഞു നോക്കൂ. ഷാഫിയെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് അന്ന് CPIM ആണ്, കോൺഗ്രസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ എന്താ പറയുക, എന്തുകൊണ്ടാണ് BJP-ക്ക് അത്ര വലിയൊരു ക്യാമ്പയിൻ നടക്കാത്തത്, അല്ലെ എന്തുകൊണ്ടാണ് കേന്ദ്ര നേതാക്കൾ വരാത്തത് എന്നാണ്. കാരണം അത് കേന്ദ്രം കൃഷ്ണകുമാറിൽ അർപ്പിക്കുന്ന വിശ്വാസം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു എക്സ്റ്റൻസീവ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള നേതാവാണ്. 1984 മുതൽക്ക് തന്നെ BJP-യുടെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. പാലക്കാട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് യുവമോർച്ച അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, പിന്നീട് ജില്ലാ അധ്യക്ഷൻ, അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ വഹിച്ച് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അസംബ്ലി ഇലക്ഷനിൽ VS അച്യുതാനന്ദനെതിരെ മത്സരിച്ചപ്പോ 2ാം സ്ഥാനത്ത്. അതിലൊന്നും ഒരു സംശയമില്ല മിഥുൻ. പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് BJP പ്രവർത്തകരെന്ന് പറഞ്ഞു. അങ്ങനെ ഐഡിയോളജിയിൽ വിശ്വസിക്കാൻ, നരേന്ദ്രമോദിയിൽ വിശ്വസിക്കുന്ന BJP പ്രവർത്തകർക്ക് അങ്ങനെയുള്ള നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒക്കെ വന്ന് പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അതൊരു ബൂസ്റ്റ് അല്ലേ പ്രചാരണ രംഗത്ത്? എന്തുകൊണ്ടാണ് നടക്കാത്തത്? അല്ല, അതിനൊരു ഐസിംഗ് ഓൺ ദ കേക്ക് എന്നൊക്കെ പറയാം. അത് നടന്നില്ല എങ്കിൽ എന്ന് കരുതി അവരുടെ ഐഡിയോളജി തകർന്നു പോകുന്നതാണോ താങ്കൾ കരുതുന്നത്? അപ്പം അത്രയും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇതിൽ ഫോക്കസ് ചെയ്യാൻ കരുതിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് BJP-യുടെ ഐഡിയോളജി തകർന്നു പോവുകയും പ്രവർത്തകരുടെ സപ്പോർട്ട് ഇല്ലാതായി പോവുകയൊന്നുമില്ല. ഇവിടെ സന്ദീപ് വാര്യരുടെ ഇഷ്യൂ ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അതിനെ ഒരിക്കലും ഞാൻ എന്താ പറയുക ഇഷ്യൂ ആയി കാണാതിരിക്കുന്നില്ല. പക്ഷെ അത് BJP-യേക്കാൾ കൂടുതൽ കോൺഗ്രസിന് ഒരു ഇഷ്യൂ ആയി മാറുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യർ പഠിച്ചു വെച്ച ഒരു ഐഡിയോളജി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാൻ താങ്കൾ സമ്മതിക്കാത്തൊരു കാര്യം, സന്ദീപ് വാര്യർ എത്രയും കാലമായി സംസാരിച്ചത് BJP-യുടെ ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം കോൺഗ്രസിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഐഡിയോളജി മാറുമോ? അല്ലെങ്കിൽ ഇവര് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് വല്ല ക്രാഷ് കോഴ്സും കൊടുക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് സന്ദീപ് വാര്യരുടെ ഐഡിയോളജിയിൽ ഇവരൊരു പ്രശ്നവും കണ്ടില്ലേ? അപ്പം ഇത്രയും കാലം വർഗീയതക്കെതിരെ സംസാരിക്കുന്നവർക്ക് സന്ദീപ് വാര്യരെ പെട്ടെന്ന് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു വലിയ അത്ഭുതമല്ലേ? വർഗീയത എന്ന് പറഞ്ഞാൽ ഇവര് തന്നെ ഉണ്ടാക്കുന്ന ഒരു വർഗീയതയുടെ നരേറ്റീവ് ഉണ്ട്, ഒരു ഹിന്ദു എക്സ്ട്രീമിസം എന്ന് പറയുന്ന ഒരു നരേറ്റീവ്. അത് പലപ്പോഴും ഫേക്ക് ആണ്, അത് പലപ്പോഴും പൊളിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു നരേറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് എന്ത് ക്രാഷ് കോഴ്സ് ആണ് ഇവർ കൊടുക്കാൻ പോകുന്നത്? മാത്രമല്ല ഇതിലെ ഏറ്റവും വലിയ ഭീഷണി എന്താ പറയുക, ഈ ഒരു ഇലക്ഷൻ അല്ല, സന്ദീപ് വാര്യർ ചെന്ന് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയാൽ കോൺഗ്രസിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പോയതിന് BJP-ക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് താങ്കൾ സ്ഥാപിക്കുന്നത്. താങ്കൾ എന്താ പറയാൻ സമ്മതിക്കാതെ? ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ.
അദ്ദേഹം പാർട്ടിയിലേക്ക് ചെല്ലുന്ന ഒരു ലീഡർഷിപ്പ് പൊസിഷനിലാണ്. അപ്പം അദ്ദേഹത്തിന് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന താഴെക്കടയിലെ ഒരുപാട് പ്രവർത്തകരുണ്ടാകും. അപ്പം അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു സോഫ്റ്റ് സംഘീയ ആറ്റിറ്റ്യൂഡ് ഉള്ള ചെറുപ്പക്കാരെ വാർത്തെടുക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചേക്കാം. അതുപോലും അവിടെ ഒരു പോസിബിലിറ്റിയാണ്. കാരണം സന്ദീപ് വാര്യർ ഒരിക്കലും സന്ദീപ് വാര്യരുടെ ഐഡിയോളജി 2 ദിവസം കൊണ്ട് അൺലേൺ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്ക് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്കോപ്പ് അവിടെ ഇല്ലേ? അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ലേ? അതിനെന്താ കോൺഗ്രസ് കാണുന്നില്ല? അപ്പം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായ ഒരു വലിയ വീഴ്ചയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതൊരു ഇലക്ഷനിൽ ഒരു താൽക്കാലിക എന്താ പറയുക, ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു താൽക്കാലിക എഫക്റ്റിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തൊരു വലിയ തെറ്റായി മാറുന്ന ആളേക്ക് എന്ന് പോലും സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സജീഷിലേക്ക് പോവുകയാണ്. സജീഷ്, നേരത്തെ നവാസ് താങ്കൾ ഉന്നയിച്ച ഒറ്റ കാര്യം ഇവിടെ പാലക്കാട്ടെ ജനങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇത്രയും നേരം നമ്മൾ സംസാരിക്കുന്നത് സന്ദീപ് വാര്യർ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. പാലക്കാട് ജനങ്ങളുടെ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ആരും സംസാരിക്കുന്നത്? ഇവിടെ SK സജീഷ്, അദ്ദേഹം ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ കോളർ മൈക്കും വെച്ചുകൊണ്ട് എന്താ പറയുക കർഷകനാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു നേതാവല്ലേ? അദ്ദേഹം പോലും കർഷകരുടെ യഥാർത്ഥ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പം കർഷകരുടെ വിഷയങ്ങൾ എന്തുകൊണ്ട് എന്താ പറയുക അഡ്രസ് ചെയ്യപ്പെടുന്നില്ല? അവർക്ക് ഈ നെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതിനൊന്നും CPM-ന്റെ സർക്കാരിന് ഒരു പരിഹാരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് പോലും അവര് എന്താ പറയുക ഇത്രയും വലിയ ഇഷ്യൂസ് ഒക്കെ സംസാരിക്കുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരുന്നു, സരിൻ അങ്ങോട്ട് പോകുന്നു എന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് പാലക്കാട്ടെ ജനങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങൾ സംസാരിക്കാൻ ഇവിടെ ഏത് പാർട്ടി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന കൃഷ്ണകുമാറും പാർട്ടിയും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ യഥാർത്ഥ വിഷയങ്ങൾ ഫീൽഡിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മളിവിടെ ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വിഷയവും കൂടി ചർച്ച ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് ഏതായാലും സമയം കുറവുണ്ട്. ഞാൻ സജീഷിലേക്ക് ഒന്ന് പോവുകയാണ്. സജീഷ്, നേരത്തെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നവാസ് മറുപടി പറഞ്ഞത് താങ്കൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ നവാസ് കേരളത്തിൽ CPM എടുക്കുന്ന നിലപാടുകളെ കുറിച്ചാണ് സംസാരിച്ചത്. താങ്കളുടെ മറുപടി? ഒരു കാര്യം, ഞാൻ ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലുമെല്ലാം CPI-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യത്യസ്തമായി മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാനും അതുപോലെ തന്നെ മതന്യൂനപക്ഷത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കോൺഗ്രസ് ഈ കാര്യത്തിൽ കാണിച്ചൊക്കെ തികച്ചും തെറ്റായ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുന്ന ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് എന്ന് നല്ലവണ്ണം ലീഗിനും അറിയാം. പക്ഷേ ലീഗിന് മറ്റ് നിർവാഹമില്ലാത്തതുകൊണ്ട് അതിനെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം. അതിനുവേണ്ടി അദ്ദേഹം കുറേ തൊടു ന്യായങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. അതിൽ സവർണ സംവരണം എന്ന് അദ്ദേഹം പറഞ്ഞു. സവർണ സംവരണം അല്ല, സാമ്പത്തികമായ സംവരണം. സാമ്പത്തിക സംവരണം കേരളത്തിൽ അവിടെ പാർലമെന്റിൽ ആ ബില്ല് വരുമ്പോൾ കോൺഗ്രസ് ആണ് കൈയടിച്ച് പാസാക്കി കൊടുത്തത്. അത് നവാസിന് പറയാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സംവരണാനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു നിലപാടും കേരളത്തിൽ സ്വീകരിച്ചില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ചില മേഖലകളിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു രീതിയല്ല, ഇങ്ങനെ ഒരു ശരിയായ രീതിയല്ല. പറഞ്ഞോളൂ, താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ, താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. താങ്കൾ ഒരുപാട് നുണകൾ ഇവിടെ വിതറിയിട്ടുണ്ട്. അതിന് ഞാൻ മറുപടി പറയും. പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. ഇടക്കിടക്കുള്ള തിരുത്തൽ വേണ്ട. കഴിഞ്ഞിട്ട് താങ്കൾ ആവോളം മീഡിയ വൺ തിരുത്താൻ അവസരം തരും, തിരുത്തിക്കോ. ഞാനിവിടുന്ന് വലിയ നീതി പ്രതീക്ഷിച്ചിട്ട് ചർച്ചയിൽ വന്ന ആളൊന്നും അല്ല. ഞങ്ങൾ ഈ ഇത്തരം ചാനലുകൾ വരുമ്പോൾ നീതി പ്രതീക്ഷിച്ച് വരുന്നൊന്നുമല്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവോളം സമയം തരുമെന്നുള്ള കാര്യം സജീഷിന് എവിടെയാ സമയം കിട്ടാതിരുന്നത്? ഇവിടെ നീതിയൊക്കെ കൃത്യമായ സമയം സജീഷിന് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അതെ. എന്നാ പിന്നെ ആ അവസരം ഞാൻ പറയട്ടെ. അങ്ങനെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉദ്ദേശിച്ച കാര്യങ്ങൾ അദ്ദേഹം കുറേ നുണ വിതറിപ്പോയിട്ടുണ്ട്. അത് കൃത്യമായി പറഞ്ഞു പോകണം. അത് പറഞ്ഞിട്ട് വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കേരളത്തിൽ അങ്ങനെ ഒരു ആക്ഷേപവും നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നവും സംവരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഒരു സംഘടന പോലും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പ്രക്ഷോഭവുമായി ഇപ്പം നിലനിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം. എല്ലാവർക്കും തുല്യനീതി പാലിച്ചുകൊണ്ട് തന്നെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ UAPA ആദ്യം കൊണ്ടുവന്നത് കേരളത്തിൽ നടപ്പിലാക്കി എന്നൊക്കെ ഇങ്ങ് വെച്ച് കാച്ചുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, രാജ്യവ്യാപകമായി കോൺഗ്രസ് ഗവൺമെൻറ്റുകളും കോൺഗ്രസിൻ്റെ കാലത്ത് സ്വീകരിച്ച ഈ നിയമവും പിന്നീട് BJP അത് നടപ്പിലാക്കിയതും BJPക്ക് കോൺഗ്രസ് നമ്മുടെ മുന്നിലുണ്ട്. പറയട്ടെ, ഇതാണ് പ്രശ്നം. ഇതാണ് താങ്കൾക്ക് അവസരമില്ല ഈ ചർച്ചയിൽ.
ഞാൻ പറയട്ടെ, നിങ്ങളെന്തിനാ ഈ ഞാൻ കളവ് പറയട്ടെ, പറയുന്നത് സതീഷ്? എന്തിനാ ഇങ്ങനെ പൊള്ളുന്നത് നിങ്ങൾ നവാസെ? കളവ് പറയല്ലേ സതീഷ്? ഞാൻ അവസാനം കളവ് നാല് പറയില്ല, കളവ് താങ്കൾ അത് പറഞ്ഞു പരിശോധിച്ചോ. പോവാണോ? താങ്കൾക്ക് അവസരത്തിൽ നുണ പരിശോധിച്ചോളൂ. കേൾക്കുമ്പോൾ കേട്ടിരിക്കാൻ ഒരു കഴിയില്ല കാര്യം, ഇത് സതീഷ്. ശരിയല്ല കേട്ടോ. താങ്കൾ അവസാന പദാനുപദമായി ലാപ്പിൽ നുണ പറഞ്ഞു പോകല്ലേ? അല്ലല്ലല്ല, UAPA amendment ഞാൻ വരുത്തിയ ഒരു ശേഷം കാര്യം, കേസെടുത്തത് എവിടെ? ഞാൻ നിങ്ങൾ പറ. എനിക്ക് ഒരു കാര്യം, നിങ്ങൾ പറ സതീഷ് പറ. അല്ല, നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗമാണ്. അതുകൊണ്ട് സജീഷ് സംസാരിക്കട്ടെ. നവാസ് അല്പസമയം സജീഷ് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് ബോധ്യമാകും. ഒരു കാര്യം എന്താ സതീഷ്? ഞാൻ പറയുന്നത് അധികാരം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു പറ. UAPA അധികാരം പിണറായി വിജയന്റെ കയ്യിൽ അധികാരമുള്ളപ്പോൾ UAPA നിങ്ങൾ കേസെടുത്തത് നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ നിങ്ങൾ ഇത്ര പ്രവർത്തനങ്ങൾ നടത്തുന്നു. കളവ് പറയാം. പറയാൻ സമ്മതിക്കില്ല എന്നും അല്ല, എനിക്ക് കളവ് പറയേണ്ട യാതൊരു കാര്യമില്ല. കളവിട്ട് പറയില്ല. സത്യമാണെങ്കിൽ കളവാണെങ്കിൽ കേൾക്കാൻ പറ്റില്ല സതീഷ്. കളവാണെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ല. എനിക്ക് മാത്രമല്ല, കേൾക്കുന്ന ആളുകൾക്ക് താല്പര്യമില്ല. നിങ്ങൾ പറയുന്ന കളവൊക്കെ ആളുകൾക്ക് ഒരു ഗൂഗിൾ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ഈ പഴയ കാലത്ത് നിൽക്കല്ലേ? നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഗൂഗിൾ ഇതൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ ഇങ്ങനെ പച്ച സജീഷ് മുഴുമിക്കട്ടെ. സജീഷ് വളരെ കുറച്ച് സമയമുള്ളൂ. സജീഷ് മുഴുമിക്കും, പെട്ടെന്ന് മുഴുമിക്കും, ആളുകൾ സമയം കുറവാണ്. അല്ല, നിൽക്ക്, ഒരു കാര്യം നവാസിനോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്നത് കളവാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ പരിശോധിച്ചോട്ടെ. അത് നവാസിന്റെ ഒരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. നവാസിന്റെ അഭിപ്രായം പറഞ്ഞോളൂ, അത് ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. ഞാൻ നവാസിന് പറയാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിനായിട്ടും ചൂണ്ടിക്കാണിക്കാനായിരിക്കും, പക്ഷേ ഓരോന്നും പറയാൻ അനുവദിക്കില്ല എന്ന രീതി ശരിയല്ല. ചൂണ്ടിക്കാണിച്ചൂടെ? അല്ല, എന്താന്ന് വെച്ചാൽ നമ്മൾ പരിമിതമായ സമയത്തൊന്നാണ് ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് സജീഷ് അതൊന്ന് അവസാനിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. ചൂണ്ടിക്കാണിക്കല്ലേ? ഓക്കെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് വേണം, കാരണം സമയം കഴിഞ്ഞു. ഓൾറെഡി സമയം കഴിഞ്ഞു. കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണെന്നും ഇവിടെ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചില്ല എന്നറിയാം. മണിപ്പൂർ ഉൾപ്പെടെ ഇവിടെ എടുത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് CPM-നെ വിമർശിപ്പിക്കാൻ വേണ്ടി. എന്ത് കാര്യത്തിന്? പിന്നെ അതുപോലെ തന്നെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൃത്യമായ നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായും വർഗീയപരമായും അതിനെ ഉപയോഗിക്കാതിരിക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ചെന്നായ്ക്കളെ പോലെ വേട്ടയാടാൻ അപ്പുറത്ത് RSS-ഉം BJP-യും കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് അതിൽ സന്തോഷം ഉണ്ടാവും. അത് കണ്ട് സന്തോഷിക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള നുണകൾ പറയാൻ വേണ്ടി പണ്ട് EMS ഗവൺമെന്റ് എന്തെങ്കിലും ന്യൂനപക്ഷത്തിനെതിരായി ചെയ്തിട്ടുണ്ടോ, മുസ്ലിങ്ങൾക്കെതിരായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ചന്ദ്രികാ രേഖകനെ അയച്ചിരുന്നു പഴയ MSF നേതാവ്. ഒരു ഗവേഷണം നടത്തിയിട്ട് എല്ലാം ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്ന് കണ്ടിട്ട് അവസാനം ലീഗിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് മറ്റു തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ അല്ലല്ല, ഞാൻ ഒറ്റ വാചകം ചില കാര്യങ്ങൾ പറയണം. പിന്നെ ഒരു കാര്യം മനസ്സിലായി. അതെ, ഒരു കാര്യം അല്ലെ, ഇതൊക്കെ ആളുകളുടെ മുന്നിൽ ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞോളൂ. പിന്നെ ഇവിടെ BJP പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ രാജ്യത്ത് കർഷകർക്ക് കേരളത്തിൽ തരേണ്ട സബ്സിഡിയും അതുപോലെ തന്നെ നെല്ലിന്റെ താങ്ങുവിലയും ഒന്നും കേന്ദ്ര വീതം തരാതിരിക്കുന്ന എത്രയോ കാലമായി. ഇവിടെ കർഷകർക്ക് കൃത്യമായ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളമാണ് ഏറ്റവും കൂടുതൽ നെൽകർഷകർ. പിന്നെ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തതിന് സജീഷ്, നവാസ്, മൂന്നുപേർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. സമയമില്ലാത്തത് കൊണ്ടാണ്, ക്ഷമിക്കണം. നമുക്ക് ഇനിയും ചർച്ച തുടരാം. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു.